നമസ്കാരം. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും എല്ലാം ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മൾ സഞ്ചരിക്കും. വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി പ്രൈം ടൈം ആരംഭിക്കുകയാണ്. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കിഫ്ബി സിഇഒ സ്ഥാനത്ത് നിന്ന് രാജിയില്ല എന്നും പദവിയിൽ തുടരണമോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും മുൻ ചീഫ് സെക്രട്ടറി കെ.എം. എബ്രഹാം. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട നടപടിയിലാണ് കെ.എം. എബ്രഹാമിന്റെ വിശദീകരണം. ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കലിനും മുൻ DGP ജേക്കബ് തോമസിനും തന്നോട് ശത്രുതയാണെന്നും കിഫ്ബി ജീവനക്കാർക്കുള്ള വിഷുദിന സന്ദേശത്തിൽ കെ.എം. എബ്രഹാം പറയുന്നു. കിഫ്ബി ജീവനക്കാർക്ക് അയച്ച വിഷു സന്ദേശത്തിലാണ് കെ.എം. എബ്രഹാം പുതിയ വിവാദത്തെക്കുറിച്ച് പ്രതികരിച്ചത്. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട നടപടിയെ സധൈര്യം നേരിടുമെന്ന് പ്രതികരിച്ച കെ.എം. എബ്രഹാം അപ്പീലിന് പോകുമെന്ന സൂചനയും നൽകുന്നുണ്ട്. ഹർജിക്കാരനെതിരെയും പേരു പറയാതെ കടുത്ത വിമർശനമുണ്ട്. ഹർജിക്കാരന് തന്നോട് ശത്രുതയാണെന്നും ഹർജിക്കാരൻ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും ആരോപിക്കുന്നു. ധനസെക്രട്ടറിയായിരിക്കെ ഹർജിക്കാരൻ PWD റെസ്റ്റ് ഹൌസ് ദുരുപയോഗം ചെയ്തത് കണ്ടെത്തിയതിലുള്ള വൈരാഗ്യമാണെന്നും കെ.എം. എബ്രഹാം പറയുന്നു. ജേക്കബ് തോമസിനെതിരെയും കെ.എം. എബ്രഹാം ആരോപണമുന്നയിച്ചു. തനിക്കെതിരെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന മുൻ വിജിലൻസ് ഡയറക്ടർ നേരത്തെ 20 കോടി തിരിമറി നടത്തിയത് താൻ കണ്ടെത്തി. ഹർജിക്കാരനൊപ്പം അദ്ദേഹവും ചേർന്നുവെന്നും കെ.എം. എബ്രഹാം കുറ്റപ്പെടുത്തുന്നു. സ്വത്തിന്റെ കാര്യത്തിൽ ഹാജരാക്കിയ രേഖകൾ കോടതി പരിശോധിച്ചോയെന്ന് സംശയമുണ്ട്. ഭാര്യയുടെ അക്കൗണ്ടിലെ മുഴുവൻ രേഖകളും പരിശോധിച്ചില്ല. കൊല്ലത്തെ കെട്ടിടം പണി താനും സഹോദരന്മാരും തമ്മിലുള്ള ധാരണാപത്രം അനുസരിച്ചാണെന്നും കെ.എം. എബ്രഹാം വിശദീകരിക്കുന്നു. 24 തിരുവനന്തപുരം. ADGP P. വിജയന് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് വ്യാജമൊഴി നൽകിയതിൽ ADGP M.R. അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് DGPയുടെ ശുപാർശ. M.R. അജിത് കുമാറിനെതിരെ സിവിൽ ക്രിമിനൽ കേസെടുക്കാമെന്ന് ശുപാർശയിലുണ്ട്. തനിക്കെതിരെയുള്ളത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും നിയമ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് P. വിജയൻ നൽകിയ പരാതിയിലാണ് DGP നിലപാട് വ്യക്തമാക്കിയത്. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നടത്തിയ അന്വേഷണത്തിൽ M.R. അജിത് കുമാറിനെ നേരിട്ട് വിളിച്ച് മൊഴിയെടുത്തിരുന്നു. അപ്പോഴാണ് സഹപ്രവർത്തകനായ P. വിജയനെതിരെ ഗുരുതര ആരോപണം അജിത് കുമാർ ഉന്നയിച്ചത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ തലവനായിരുന്ന സമയത്ത് P. വിജയന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നും മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ഇക്കാര്യം തന്നെ അറിയിച്ചിട്ടുണ്ടെന്നുമായിരുന്നു മൊഴി. എന്നാൽ ഇക്കാര്യം സുജിത് ദാസ് നിഷേധിച്ചു. അജിത് കുമാറിന്റേത് കള്ളമൊഴിയെന്ന് തെളിഞ്ഞതോടെ നിലവിൽ ഇന്റലിജൻസ് മേധാവിയായ P. വിജയൻ DGPക്ക് പരാതി നൽകി. ഡിസംബറിൽ നൽകിയ പരാതി DGP അന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറി. 1 മാസത്തോളം പരാതി പിടിച്ചുവെച്ച മുഖ്യമന്ത്രി ജനുവരിയിൽ DGPയോട് ശുപാർശ തേടിയപ്പോഴാണ് വ്യാജമൊഴിയിൽ കേസെടുക്കാം എന്ന നിർദ്ദേശം ഷെയ്ഖ് ദർവേഷ് സാഹിബ് നൽകിയത്. വ്യാജമൊഴി ഒപ്പിട്ട് നൽകിയതും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ഗുരുതര കേസിലേക്ക് വലിച്ചെടുക്കാൻ ശ്രമിച്ചതും ക്രിമിനൽ കുറ്റമെന്നാണ് DGPയുടെ റിപ്പോർട്ട്. അജിത് കുമാർ കാക്കി ധരിക്കുന്നത് പോലീസ് സേനയ്ക്ക് അപമാനമെന്ന് PV അൻവർ. M.R. അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് 3 മക്കളാണ്. ഇത് പോറ്റുമകനാണ് M.R. അജിത് കുമാർ, മറ്റതൊന്ന് മരുമകനാണ്. ഇതുപോലെയുള്ള ഒരു പക്ക ക്രിമിനൽ ആ ക്രിമിനലിനെ ഈ വേഷം ധരിപ്പിച്ച് ഇതുപോലെയുള്ള ഒരു ക്രിമിനലിനെ കൊണ്ടിരുത്തിയ പോലീസിനെ തന്നെ എന്താ പറയാ, ഈ ക്രിമിനൽ വൽക്കരിച്ച ഒരു കാലഘട്ടം കേരളത്തിലുണ്ടാവില്ല. DGP റാങ്കും പോലീസ് മേധാവി കസേരയും കാത്തിരിക്കുന്ന അജിത് കുമാറിന് കേസെടുത്താൽ തിരിച്ചടിയാകും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മുതലപ്പുഴയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ കൊല്ലം ഹാർബറിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. ഹാർബർ മാറ്റിയാൽ മുതലപ്പുഴയിൽ കുടിൽകെട്ടി സമരത്തിലേക്ക് പോകുമെന്ന് മത്സ്യത്തൊഴിലാളികളുടെ മുന്നറിയിപ്പ്. പുഴയിൽ പൂർണ്ണമായി മണൽ അടിഞ്ഞതോടെയാണ് സർക്കാർ ബദൽ മാർഗമായി താൽക്കാലിക ഹാർബർ മാറ്റത്തിന് നീക്കം തുടങ്ങിയത്. മണൽ അടിഞ്ഞുകൂടിയതോടെ പൊഴി ഇപ്പോൾ ഒരു ബീച്ചായി മാറി. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകാനും വരാനും കഴിയാത്ത സ്ഥിതി. മണൽ നീക്കം കൃത്യമായി നടക്കാത്തതും തിരിച്ചടിയാണ്. JCBയും എക്സ്കവേറ്ററും മാത്രം ഉപയോഗിച്ചാണ് നിലവിലെ മണൽ നീക്കം. 8 മീറ്റർ ആഴത്തിൽ അടിഞ്ഞിട്ടുള്ള മണൽ ഈ രീതിയിൽ നീക്കിയാൽ മഴക്കാലത്തിന് മുമ്പ് പോലും പൊഴി സാധാരണ നിലയിലാകില്ല. ഈ സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തെ ഹാർബറുകളിലേക്ക് താൽക്കാലികമായി മാറ്റാനുള്ള ആലോചന. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വകുപ്പ് സെക്രട്ടറി കൊല്ലം, തിരുവനന്തപുരം ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി. സർക്കാർ തീരുമാനം ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ നിലപാട്. ഈ മേഖലയിലുള്ളവർക്ക് ജോലിക്ക് പോകാൻ വേണ്ടി സുഖസൗകര്യമായിട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കൊല്ലത്ത് തന്നെ ഈ റബ് സീസൺ ആകുമ്പോൾ എത്രയോ വള്ളങ്ങളാണ് അവിടുന്ന് മറ്റുള്ള സ്ഥലത്തിൽ നിന്ന് വന്നു കൂടുന്നത്. അങ്ങനെ വരുമ്പോൾ വലിയ സംഘർഷത്തിന് അവിടെ ഇടയാക്കും. സർക്കാർ നീക്കത്തെ പ്രതിരോധിക്കാനുള്ള ആലോചനകളും മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയിട്ടുണ്ട്.
ഹാർബർ മാറ്റിയാൽ മുതലപ്പുഴയിൽ കുടിൽ കെട്ടി സമരത്തിലേക്ക് പോകുമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ മുന്നറിയിപ്പ്. സർക്കാരിനോട് പറയാനുള്ളത് യുദ്ധകാല അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഈ മണ്ണ് കെട്ട് മാറ്റി ഇതിനുള്ള ഇവിടുന്ന് സുരക്ഷിതമായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യാനുള്ള ഒരു അവസരം. കാരണം മൺസൂൺ കാലം ഏതാണ്ട് അടുത്ത് വരുന്ന ഒരു സാഹചര്യമാണ്. ഈ മൺസൂൺ കാലം അടുത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് തൊഴിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ഹാർബറിനെ ആശ്രയിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വിഷയമാണ്, അവിടെ ഒരു സംഘർഷത്തിന്റെ അവസ്ഥയിലേക്ക് എത്തും. നാളെ CITUവിന്റെയും മറ്റ് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഓഫീസ് ഉപരോധിക്കാനും ആലോചനയുണ്ട്. നിലവിലെ വേഗതയിലാണ് മണ്ണ് നീക്കം ചെയ്യുന്നതെങ്കിൽ കൊല്ലം 2 എടുക്കും ഇത് പൂർണ്ണമായും മാറ്റാൻ. അപ്പോഴേക്കും മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളെല്ലാം പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ടാകും. യുദ്ധകാലാടിസ്ഥാനത്തിൽ യന്ത്രങ്ങൾ എത്തിച്ച് വേഗത്തിൽ മണ്ണ് നീക്കം ചെയ്യുകയാണ് ഏക പോംവഴി. മുതലപ്പുഴയിൽ നിന്നും രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അജീഷ് ജയകുമാർ, 24. മുതലപ്പുഴയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ കൊല്ലം ഹാർബറിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സമരസമിതി നാളെ ഫിഷറീസ് മന്ത്രിക്ക് നിവേദനം നൽകാൻ പോകുന്നു. CIT ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നാളെ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിക്കാനുള്ള തീരുമാനവും ഉണ്ടാകുന്നുണ്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, വലിയ പ്രതിഷേധത്തിലേക്കാണ് കടക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം അത് നമ്മൾ നേരത്തെ കേട്ടു. ഏത് തരത്തിലുള്ള തുടർ നീക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മുമ്പിലേക്ക് അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടി ഒരു പ്രതിഷേധ രീതി എന്ന നിലയിൽ അവർ ആലോചിക്കുന്നത്? പ്രതീഷ്, റിജിത്ത്, മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് നിലവിലെ വലിയ പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. കാരണം അവരുടെ ഉപജീവന മാർഗം അപ്പാടെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതിഷേധം മുതലപ്പുഴയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് വൈകിട്ട് സമരസമിതി യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. അതായത് നാളെ ഫിഷറീസ് മന്ത്രിയെ കണ്ട് നിവേദനം നൽകാനാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. ഇത് സർക്കാരിനെ അറിയിക്കും. സർക്കാരിന്റെ തീരുമാനത്തിനായി 3 ദിവസം കാത്തിരിക്കുമെന്നതാണ് നിലവിൽ സമരസമിതി അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ 3 ദിവസത്തിനുള്ളിൽ സർക്കാർ എടുക്കുന്ന നടപടികൾ എന്താണെന്ന് മത്സ്യത്തൊഴിലാളികളെ അറിയിക്കണം. അതിനുശേഷമായിരിക്കും മറ്റ് പരിപാടികൾ, അതായത് സമരം കൂടുതൽ ശക്തമാക്കും അല്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നുള്ള ഒരു സൂചനയാണ് എന്തായാലും മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇതിനു പുറമെ ഹൈക്കോടതിയെ സമീപിക്കാനും സമരസമിതി തീരുമാനമെടുത്തിട്ടുണ്ട്. നേരത്തെ അനിശ്ചിതകാല ഒരു സമരവുമായി മുന്നോട്ട് പോകാനായിരുന്നു തീരുമാനം. പക്ഷേ ഈസ്റ്റർ വരുന്നത് കൊണ്ട് തന്നെ അനിശ്ചിതകാല സമരം ഇപ്പോൾ വേണ്ട എന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ നിലപാട്. പക്ഷേ സർക്കാരിൽ നിന്നൊരു അനുകൂല നിലപാട് ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം. ഇതിന്റെ ആദ്യ പടിയായി തന്നെ നാളെ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിക്കും. അത് CIT ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിലായിരിക്കും അത്തരത്തിലൊരു ഉപരോധ സമരം നാളെ നടക്കുന്നത്. നേരത്തെ തന്നെ ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പല സമരങ്ങളും അവിടെ നടന്നിരുന്നു. എന്തായാലും ഇനി സർക്കാരിനെ നാളെ മത്സ്യത്തൊഴിലാളികൾ കാണുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലെ മണൽ നീക്കം വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. കാരണം അതൊരിക്കലും പ്രായോഗികമല്ല. ഒപ്പം കൊല്ലത്തേക്ക് മാറ്റാനുള്ളൊരു നീക്കത്തിനെതിരെയും മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധത്തിലാണ്. എന്തായാലും ഇതിൽ സർക്കാർ എന്താ നിലപാടിന് സ്വീകരിക്കുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മണൽ നീക്കണം എന്നുള്ള ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിലെ അവിടെ തുടരുന്ന നടപടികൾ അതിന് വേഗതയില്ല എന്നുള്ള വിമർശനം മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്നുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സർക്കാർ ഗൗരവത്തോടുകൂടി അനുഭാവത്തോടുകൂടി ആ വിഷയത്തെ കാണണം എന്ന ആവശ്യവും മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നു. അവർ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. വാർത്തകളിലേക്ക് വീണ്ടും. സ്വകാര്യ ഹജ്ജ് കോട്ട വെട്ടിക്കുറച്ച സൗദി നടപടിയിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. 52,000 അപേക്ഷകർക്ക് അവസരം നഷ്ടമാകും എന്നാണ് റിപ്പോർട്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ളൊരു വിഷയമാണ്. പലതരത്തിൽ ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അതല്ലാതെ തന്നെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് മുമ്പിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്താണ് കേന്ദ്രം ഇതിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? തമിഴ്നാട് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്താണ് റൈസ്? ഈ സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ വഴി ഹജ്ജിന് പോകാൻ അപേക്ഷ നൽകിയ 52,000 ഇന്ത്യക്കാരാണുള്ളത്. ഇവരിൽ 80% പേർക്കും ഇത്തവണ ഹജ്ജിന് പോകാൻ കഴിയില്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതിന് പ്രധാന കാരണമായി സൗദി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ടൂർ ഓപ്പറേറ്റർമാർ കൃത്യസമയത്ത് പണം അടച്ചില്ല, പല രേഖകളും അപ്ലോഡ് ചെയ്തില്ല എന്നാണ്. പക്ഷേ 80% ഇത്തരത്തിലുള്ള സീറ്റ് അല്ലെങ്കിൽ ഒരു കോട്ട വെട്ടിക്കുറച്ചു എന്നാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന ആരോപണം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട
പാർട്ടികളൊക്കെ ഈ സൗദിയുടെ ഈ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ നേരത്തെ PDPയും നാഷണൽ കോൺഫറൻസ് പാർട്ടിയും ഒക്കെ കേന്ദ്ര സർക്കാരിനോട് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറിനോട് സൗദി ഹജ്ജ് മന്ത്രാലയത്തോട് വിഷയത്തിൽ സംസാരിച്ച് വിഷയം പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ 52,000 പേരിൽ ഏതാണ്ട് ഭൂരിപക്ഷം ആളുകൾക്കും 40,000-ത്തിലൊക്കെ അധികം പേർക്ക് ഇത്തവണ ഹജ്ജിന് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരുടെ ഭാഗത്തു നിന്ന് വന്ന പിഴവാണെങ്കിൽ പോലും അതിൽ കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായി ഹജ്ജിന് പോകാൻ കഴിയണം എന്ന് ഈ അപേക്ഷിച്ചവർക്കൊക്കെ അത്തരത്തിൽ പോകാൻ കഴിയണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ, പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെയും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രാഥമികമായി ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട ഒരു വിശദീകരണമോ അല്ലെങ്കിൽ മറുപടിയോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ചില വഖഫ് ബോർഡിൻ്റെ, ഈ സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ ചില അംഗങ്ങളൊക്കെയും കേന്ദ്ര സർക്കാരിന് അയച്ച കത്തിൽ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകും എന്നൊരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശരി, മുഹമ്മദ് റഹീസ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ചെന്നൈയിൽ നിന്ന്. സ്വകാര്യ ഹജ്ജ് കോട്ട വെട്ടിക്കുറച്ചതിൽ അത് കേന്ദ്ര സർക്കാർ അതിൽ ഇടപെടണം എന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്നായി ഉയരുകയാണ്. തമിഴ്നാട് സർക്കാരും കേന്ദ്ര സർക്കാരിനെ ആവശ്യം അറിയിക്കുകയാണ്. ജവഹർലാൽ നെഹ്റുവിന് ഡോക്ടർ BR അംബേദ്കറോട് വെറുപ്പായിരുന്നുവെന്ന് തമിഴ്നാട് ഗവർണർ RN രവി. അംബേദ്കറുടെ പ്രതിഭയെ നെഹ്റു ഭയന്നു. രാജ്യത്ത് ഇത്രയധികം സംഭാവന നൽകിയ മഹത് വ്യക്തിക്ക് ഭാരതരത്ന നൽകിയില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അംബേദ്കർ ജയിക്കുന്നത് തടഞ്ഞത് നെഹ്റുവാണെന്നും RN രവി ആരോപിച്ചു. അംബേദ്കർ ജയന്തിയുമായി ബന്ധപ്പെട്ട പരിപാടിയിലായിരുന്നു തമിഴ്നാട് ഗവർണറുടെ പരാമർശം. The first Prime Minister of this country, he hated him. He was afraid of him because he was such a great giant. He was not able to face him if he could come in the parliament. And so, when he contested election, the first Prime Minister humiliated him by putting Baba Saheb, earlier old PA. The first Prime Minister took upon himself to give himself the Bharat Ratna. Can you imagine? A person giving to himself the Bharat Ratna. He gave himself to Bharat Ratna, but forgot Baba Saheb. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂറാണ് ഡൽഹിയിലും ആക്രമണം നടത്താൻ പദ്ധതിയിട്ടതായി NIA കോടതി നിരീക്ഷണം. പട്യാല ഹൗസ് പ്രത്യേക കോടതിയിൽ NIA സമർപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിരീക്ഷണം. ചോദ്യം ചെയ്യലിനോട് തഹാവൂറാണ് നിസ്സഹകരണം തുടരുകയാണ്. ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന നടന്നത് വിദേശത്താണെന്ന് തഹാവൂർ റാണയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവിൽ NIA കോടതി ജഡ്ജി ചന്ദർജിത് സിംഗ് നിരീക്ഷിക്കുന്നു. രാജ്യതലസ്ഥാനം ഉൾപ്പെടെ ഇന്ത്യയിലെ ഒന്നിലധികം ഇടങ്ങളിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായും കോടതി നിരീക്ഷിച്ചു. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം തഹാവൂർ റാണയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. തഹാവൂർ റാണ ദുബായിലെത്തി ഒരു വ്യക്തിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ദുബായിലെത്തി റാണ കണ്ട വ്യക്തിക്ക് ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയുമായി ബന്ധമുള്ളതായി അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. ആക്രമണത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്കും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. റാണയുടെ കൊച്ചി സന്ദർശനത്തിൽ ഡി കമ്പനിയുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണ സംഘം പരിശോധിക്കും. ഇന്ത്യയിലെത്തിയ റാണ ബന്ധപ്പെട്ടതായി കണ്ടെത്തിയ ആളുകൾ നിരീക്ഷണത്തിലാണ്. 24 ഡൽഹി. കൊല്ലത്ത് 2 ഇടങ്ങളിലുണ്ടായ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. അമിത വേഗത്തിലെത്തിയ കാർ സ്കൂട്ടറിലിടിച്ച് IT ജീവനക്കാരനായ ഋതുൽ കൃഷ്ണയ്ക്ക് ജീവൻ നഷ്ടമായി. ചിതറയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് കടക്കൽ മണലുവട്ടം സ്വദേശി അജ്മൽ മരിച്ചു. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന്. സുജിത്ത്, വിവരങ്ങൾ. റിജിത്ത്, ഇന്ന് വൈകിട്ട് 6 മണിക്ക് ചിതറ കല്ലുവെട്ടാംകുഴിയിലാണ് ഇരുചക്ര വാഹനം നിയന്ത്രണം വിട്ട് കാറിലിടിച്ചത്. 3 പേരാണ് ഇരുചക്ര വാഹനത്തിൽ ഉണ്ടായിരുന്നത്. കടക്കൽ മണൽവട്ടം സ്വദേശി അജ്മൽ, അതുപോലെ കോവൂർ സ്വദേശി ഷമീർ, സുഹൃത്ത് വിഷ്ണു എന്നിവരായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുചക്ര വാഹനത്തിന്റെ മുൻവശത്തെ വീൽ ഒടിഞ്ഞു മാറുകയായിരുന്നു. ഈ പരിക്കേറ്റവരെ ആദ്യം കടക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. വഴിമധ്യയാണ് അജ്മൽ മരിച്ചത്. അജ്മലിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. അജ്മലിന്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ കൊല്ലത്ത് അമിത വേഗതയിലെത്തിയ കാർ സ്കൂട്ടറിലിടിച്ചാണ് IT ജീവനക്കാരൻ മരിച്ചത്. കാവനാട് വാടകയ്ക്ക് താമസിക്കുന്ന 27 വയസ്സുള്ള ഋതുൽ കൃഷ്ണയാണ് മരിച്ചത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ആശ്രമം
മൈതാനത്തിനടുത്തായിരുന്നു അപകടം ഉണ്ടായത്. കാർ ഓടിച്ച പടിഞ്ഞാറേക്കൊല്ലം സ്വദേശി ഗോവിന്ദ് എന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കാറ് റിതുലിനെ ഇടിച്ച ശേഷം മറ്റൊരു കുടുംബം സഞ്ചരിച്ചിരുന്ന ബൈക്കിലും ഇടിക്കുകയുണ്ടായി. ഈ പരിക്കേറ്റ 3 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കാറിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. റീജിത്ത്, 2 വാഹനാപകടങ്ങളിലായി 2 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയാണ്. കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചു കുടുംബം. ഭാര്യ മഞ്ജുഷയാണ് ഹർജി നൽകിയത്. CBI അന്വേഷണ ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചത്. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല. കേസ് CBI അന്വേഷിച്ചാൽ മാത്രമേ തങ്ങൾക്ക് നീതി കിട്ടൂ എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. കേസിൽ നിയമ പോരാട്ടം തുടരുമെന്നും മഞ്ജുഷ. സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ്. പ്രധാന പ്രതികളെയെല്ലാം പോലീസ് സംരക്ഷിക്കുകയാണെന്നും കുടുംബം ആരോപിക്കുന്നു. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കുടുംബം ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു. കേസിൽ CBI അന്വേഷണം വേണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മതിയാകുമെന്നുമായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്വീകരിച്ച നിലപാട്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിലപാട് ഡിവിഷൻ ബെഞ്ചും ശരിവച്ചിരുന്നു. 24 ഡൽഹി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ വിഷുക്കണിയൊരുക്കി രാപകൽ സമരം തുടർന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. സ്വന്തം ചോര കൊണ്ടെഴുതിയ പ്ലക്കാർഡ് ഉയർത്തിയാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചത്. പ്രതീക്ഷയുടെ വിഷിപ്പുലരിയിൽ വേദനയുടെ കണിയൊരുക്കി ആശമാർ. അല്ലലില്ലാതെ മുന്നോട്ട് പോകുന്നതിന് ന്യായമായ വേതനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സമരപ്പന്തലിൽ കണിയൊരുക്കിയത്. വിഷമമുണ്ടെങ്കിലും അതിൽ കൂടുതൽ സന്തോഷമുണ്ട്. നമ്മുടെ സഹോദരങ്ങളെല്ലാം ചേർന്ന് ഇവിടെ വെച്ച് വിഷു ആഘോഷിച്ചപ്പോഴത്തേക്ക്. പക്ഷേ ഞങ്ങളുടെ ഈ 64 ദിവസമായിട്ട് ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാത്തതുകൊണ്ട് അതീവ ദുഃഖമുണ്ട്. ഇനിയെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കണ്ടെങ്കിലും ഞങ്ങളെ ഒന്ന് ഇവിടെ ഈ സമരപന്തലിൽ നിന്ന് ഞങ്ങളെ വീടുകളിൽ പോവാൻ ഞങ്ങളെ പൂർണ്ണമായും മന്ത്രി മാത്രം വിചാരിച്ചാലേ നടക്കൂ. ഓണറേറിയം വർധനവടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ട് ആശമാർ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് 64-ാം ദിവസം പിന്നിടുകയാണ്. സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആശമാരുടെ തീരുമാനം. ഓണറേറിയം കൂട്ടി നൽകാൻ തയ്യാറായ തദ്ദേശ സ്ഥാപന ഭരണാധികാരികൾക്ക് ഏപ്രിൽ 21-ന് ആദരമർപ്പിക്കാൻ സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടെ സമരപ്പന്തലിൽ വിഷുക്കണിയൊരുക്കിയ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ ചോരയിൽ എഴുതിയ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചു. റാങ്ക് ലിസ്റ്റ് ശനിയാഴ്ചയാണ് അവസാനിക്കുന്നത്. അതിനു മുൻപ് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. 24 തിരുവനന്തപുരം. ഗവേഷണത്തിന്റെ ഭാഗമായി ക്ലാസ് മുറിയുടെ ചുമരിൽ ചാണകം തേച്ച് കോളേജ് പ്രിൻസിപ്പൽ. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ലക്ഷ്മിഭായ് കോളേജിലാണ് സംഭവം. ചൂട് കുറയ്ക്കാനാണെന്ന് പ്രിൻസിപ്പൽ പ്രത്യുഷ് വത്സല വിശദീകരിക്കുമ്പോൾ കോളേജിലെ ശുചിമുറി അടക്കം വൃത്തിയാക്കുകയാണ് ആദ്യം വേണ്ടത് എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം. ഡൽഹി ലക്ഷ്മിഭായ് കോളേജ് പ്രിൻസിപ്പൽ പ്രത്യുഷ് വത്സലയാണ് കോളേജിലെ മുറിയുടെ ചുമരിൽ ചാണകം തേച്ചത്. ഡെസ്കിന് മുകളിൽ കയറി നിന്ന് ജീവനക്കാരുടെ കൂടി സഹായത്തോടെയാണ് പ്രിൻസിപ്പലിന്റെ ചാണകപ്രയോഗം. ഗവേഷണത്തിന്റെ ഭാഗമായാണിതെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. ചൂടിനെ അതിജീവിക്കാമെന്നാണ് വാദം. ചുമരിൽ ചാണകം തേക്കുന്നതിന്റെ വീഡിയോ കോളേജിലെ അധ്യാപകരുടെ കൂട്ടായ്മയിൽ പങ്കുവച്ചതും പ്രിൻസിപ്പൽ തന്നെ. എന്നാൽ നടപടിക്കെതിരെ കോളേജിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും രംഗത്തെത്തി. കോളേജിന്റെ ശുചിമുറിയും ക്ലാസ് മുറിയുടെ ജനലുകളും വാതിലുകളുമെല്ലാം തകർന്ന നിലയിലാണെന്നും ഇക്കാര്യത്തിലാണ് ആദ്യം പരിഹാരം കാണേണ്ടതെന്നുമാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം. 24 ഡൽഹി. വയനാട് മീനങ്ങാടി അപ്പാട് മൂന്നാനക്കുഴി റോഡിൽ കാട്ടുപന്നിയുടെ ആക്രമണം. ബൈക്ക് യാത്രികരായ സഹോദരങ്ങൾക്ക് പരിക്കേറ്റു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എപ്പോഴാണ് ഈ സംഭവം? പരിക്ക് ഗുരുതരമാണോ സുർജിത്ത്?
പരിക്ക് ഗുരുതരമല്ല. സ്കൂട്ടറിൽ പോകുന്ന വഴിയാണ് ഈ കാട്ടുപന്നി പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. കാപ്പിക്കുന്ന് സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. സഹോദരങ്ങളാണ് നന്ദു, അനന്തു എന്നിവരാണ് ഈ ബൈക്കിൽ ഉണ്ടായിരുന്നത്. അതായത് സ്കൂട്ടർ ആയിരുന്നു. ആ സ്കൂട്ടറിലേക്ക് പോകും വഴി ഈ പന്നി അത് സ്കൂട്ടർ കുത്തിയിടുകയായിരുന്നു എന്നാണ് പറയുന്നത്. ബൈക്കിന് ചെറിയ തകരാർ സംഭവിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ പ്രദേശം എന്ന് പറയുന്നത് ഈ അപ്പാട് എന്ന് പറയുന്ന പ്രദേശം, അവിടെ ഈ തോട്ടം ഉൾപ്പെടെയുള്ള മേഖലയാണ്. പ്രത്യേകിച്ച് ഈ പുല്ല് വളർത്തൽ, കന്നുകാലികൾക്ക് നൽകാനുള്ള പുല്ല് വളർത്തൽ ഉൾപ്പെടെയുള്ള നടക്കുന്ന ആ പ്രദേശമാണ്. അത് കഴിഞ്ഞ് അല്പദൂരം ഒരു ഭാഗത്ത് കാട്, വനം ഉൾപ്പെടെയുള്ള പ്രദേശമുണ്ട്. അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കാട്ടുപന്നി ഇറങ്ങി ആക്രമിക്കുന്ന തോട്ടം മേഖലയാണ്. കാട് പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 2 പേർക്കാണ് പരിക്കേറ്റത്. വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രൈം ടൈമിലേക്ക് വീണ്ടും 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്ര പര്യടനം തുടരുന്നു. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, Pyramid Agro Multi-State Cooperative Society Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. SKN40 കേരള യാത്ര വയനാട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി. 2 ദിവസമാണ് ജില്ലയിൽ പര്യടനം ഉണ്ടായിരുന്നത്. വിഷുദിനമായി ഇന്ന് 100 കണക്കിന് ആളുകളാണ് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അണിനിരന്നത്. വിഷുദിനത്തിൽ വയനാട്ടുകാർ ലഹരിക്കെതിരെ അണിനിരന്നു. സുൽത്താൻ ബത്തേരി ഗണപതിവട്ടം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര അസംഷൻ ഫൊറോന പള്ളി വരെ രാവിലെ തന്നെ പര്യടനം നടത്തി. അവരെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഈ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ നടത്തിയത് മാത്രം പോരാ, അവർക്ക് സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ അത് മാറാനുള്ള സംവിധാനമൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ, ഇന്ത്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദനശീല മണപ്പുറങ്ങൾ. ലഹരി സമൂഹത്തെ എങ്ങനെ നശിപ്പിക്കുന്നുവെന്ന് തുറന്നു കാട്ടുന്നതായിരുന്നു യുവകലാസാഹിതിയും ഇപ്റ്റ വയനാടും ചേർന്നൊരുക്കിയ കുരുതി എന്ന നാടകം. ശരിയാണ്, ഇതൊരു ചോദ്യമാണ്. അതെ, നമ്മൾ ഒറ്റക്കെട്ടായി പറയണം, അരുത് ലഹരി, അരുത് അക്രമം, അരുത് ലഹരി, അരുത് അക്രമം. ബത്തേരി നഗരത്തിന്റെ ഭംഗി കെടാതെ കാത്തുസൂക്ഷിക്കുന്ന ശുചീകരണ തൊഴിലാളികൾക്ക് 24ന്റെ ആദരം. ലഹരിക്കെതിരെയുള്ള സൈക്ലിംഗ് അസോസിയേഷന്റെ റൈഡ് SKN ഫ്ളാഗ് ഓഫ് ചെയ്തു. അമ്പലവയൽ ലൈഫ് കെയർ വോളണ്ടിയർമാരും ഓട്ടോ തൊഴിലാളികളും തുടങ്ങി നിരവധി കൂട്ടായ്മകൾ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അണിചേർന്നു. ബത്തേരി നഗരസഭയുടെ ഹാപ്പി ഫെസ്റ്റിൽ 100 കണക്കിന് ആളുകളാണ് SKN40ക്ക് പിന്തുണ അറിയിച്ചെത്തിയത്. ഒരൊറ്റ MDMA വിൽപ്പനക്കാരനും കേരളത്തിൽ ഉണ്ടാകരുത്. എല്ലാ MDMA കാരനും കേരളം വിട്ടു പോകണം. MDMA കാരനും ലഹരിക്കാരനും വേര് പിടിക്കാനുള്ള മണ്ണല്ല കേരളമെന്ന് നമ്മളെല്ലാവരും 1 ലക്ഷം ആളുകൾ ഒരേ ശക്തിയോടെ വിളിച്ചു പറയും. മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിരവധി അമ്മമാരും യുവതികളും ലഹരി വിരുദ്ധ യാത്രയുടെ ഭാഗമായി. മജീഷ്യൻ ശശി താഴത്തുവയൽ ലഹരിക്കെതിരെ മാജിക് അവതരിപ്പിച്ചു.
മുട്ടിൽ WMO ഓർഫനേജിലും യാത്രയെത്തി. കൽപ്പറ്റയിൽ സിനിമാ താരം അബു സലീം ലഹരിക്കെതിരായ പോരാട്ടത്തിന് പിന്തുണയുമായി എത്തി. നമ്മൾ പല യാത്രകളും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ ലഹരിക്കെതിരെ ഒരു യാത്ര നടത്തി നമ്മളെ ബോധവൽക്കരിക്കുന്നതിന് ഇവിടെ വന്ന SKനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരോടും പറയാനുള്ളത്, ഇത് നാം ഓരോരുത്തരുടെയും ചുമതലയാണ് ഈ ഡ്രഗ്സ് ഒഴിവാക്കാനുള്ള പ്രവൃത്തി. യാത്രയെ T സിദ്ദിഖ് MLA അഭിനന്ദിച്ചു. ഈ നാട് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ പൊതുസമൂഹത്തെ മുഴുവൻ സ്വാംശീകരിച്ചുകൊണ്ട് നാടിനെ രക്ഷപ്പെടുത്താനുള്ള ഈ ജനകീയ പ്രതിരോധത്തിന്റെ പോരാട്ടത്തിൽ SKN എന്ന് പറയുന്ന ഏറ്റവും മിടുക്കനായിട്ടുള്ള മാധ്യമ പ്രവർത്തകനെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട്, ചെറുതല്ല നമ്മൾ നേരിടുന്ന വെല്ലുവിളി, ചെറിയ വെല്ലുവിളിയല്ല, വലിയ നീരാളി കയത്തിലാണ് നമ്മൾ. യാത്ര നാളെ കോഴിക്കോട് ജില്ലയിലേക്ക് കടക്കും. 24 വയനാട്. തൃശൂർ മാളയിൽ മദ്യലഹരിയിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ പോലീസ് ഡ്രൈവറെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ചാലക്കുടി ഹൈവേ പോലീസിലെ ഡ്രൈവറായ അനുരാജാണ് അപകടമുണ്ടാക്കിയത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ഇന്നലെ രാത്രിയാണ് സംഭവം. അനുരാജ് മദ്യലഹരിയിൽ അമിത വേഗത്തിൽ ഓടിച്ച കാർ സ്കൂട്ടറിലും മറ്റൊരു കാറിലും ഇടിച്ചു. ഇതിനുശേഷവും ഇയാൾ കാർ നിർത്താൻ തയ്യാറായില്ല. മേലടൂരിൽ വെച്ച കാർ പോസ്റ്റിലിടിച്ച് തലക്കീഴായി മറിഞ്ഞു. ഇതോടെ നാട്ടുകാർ അനുരാജിനെ തടഞ്ഞുവച്ച് മാള പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ മാള പോലീസ് അനുരാജിനെ കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ കാറിൽ നിന്ന് മദ്യക്കുപ്പികളും കണ്ടെടുത്തു. അനുരാജിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ വൈദ്യപരിശോധനയിൽ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തി. ഇതോടെ മാള പോലീസ് അനുരാജിനെതിരെ മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിന് കേസെടുത്തു. പിന്നാലെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അപകടത്തിൽ സ്കൂട്ടർ യാത്രികനും പരിക്കേറ്റിട്ടുണ്ട്. 24 തൃശൂർ. ഗുജറാത്ത് തീരത്ത് 1800 കോടി രൂപ വില വരുന്ന 300 കിലോ രാസലഹരി പിടികൂടി. കോസ്റ്റ് ഗാർഡും തീവ്രവാദ വിരുദ്ധ സേനയും ചേർന്നാണ് വൻ ലഹരിവേട്ട നടത്തിയത്. കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ കണ്ടതോടെ ലഹരി വസ്തുക്കൾ കടലിലേക്ക് തള്ളി ലഹരി സംഘം രക്ഷപ്പെട്ടു. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് ഗുജറാത്ത് തീരത്ത് അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ ലഹരിവേട്ട നടന്നത്. പാകിസ്ഥാന്റെ സമുദ്രമേഖലയിൽ നിന്ന് ലഹരി വസ്തുക്കളുമായി വരുന്ന ബോട്ടിനെ കുറിച്ച് തീവ്രവാദ വിരുദ്ധ സേനയ്ക്ക് വിവരം ലഭിക്കുകയായിരുന്നു. പിന്നാലെയാണ് കോസ്റ്റ് ഗാർഡുമായി ചേർന്ന് തിരച്ചിൽ നടത്തിയത്. കോസ്റ്റ് ഗാർഡ് കപ്പൽ കണ്ട കള്ളക്കടത്ത് സംഘം ലഹരി വസ്തുക്കൾ കടലിലേക്ക് തള്ളി തിരികെ രക്ഷപ്പെടുകയായിരുന്നു. കോസ്റ്റ് ഗാർഡ് കപ്പലിലുണ്ടായിരുന്ന ബോട്ടുകൾ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിലാണ് ലഹരി വസ്തുക്കൾ വീണ്ടെടുക്കാനായത്. മെത്താഫിറ്റാമിൻ എന്ന രാസലഹരിയാണ് പ്രധാനമായും കണ്ടെടുത്തത്. 300 കിലോ തൂക്കം വരുന്ന ലഹരി വസ്തുക്കൾക്ക് ഏതാണ്ട് 1800 കോടി രൂപ വില വരും. പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ പിന്നാലെ പോർബന്ദർ തീരത്തേക്ക് എത്തിച്ചു. കേസ് തീവ്രവാദ വിരുദ്ധ സേന അന്വേഷിക്കും. വിവിധ സുരക്ഷാ ഏജൻസികളുടെ സംയുക്തമായ പ്രവർത്തനത്തിന്റെ വിജയമാണ് കണ്ടതെന്ന് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സാംഗ്വി പറഞ്ഞു. 24 മുംബൈ. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇന്നത്തെ പ്രൈം ടൈമിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.